പക്ഷെ മിക്കവാറും രീതിയിലുള്ള കളിയിൽ പരാജയപ്പെടും. കാരണം മൈൻഡ് റെഡിയല്ല, മൈൻഡ് പവർ. അപ്പൊ എന്താണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അസാമാന്യ ഓർമ്മശക്തി, അത്ഭുതകരമായ നേട്ടങ്ങൾ, മറ്റുള്ളവരെ പിന്തള്ളിക്കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾ ടോപ്പിൽ വരും. IAS ടോപ്പർ ഹരിത വി കുമാർ, കേരളത്തിലെ ബിടെക് പാസ്സായ കുട്ടി IAS 1ാം റാങ്കിലെത്തി. ഹരിത വി കുമാർ 4ാമത്തെ പ്രാവശ്യം, 3ാമത്തെ പ്രാവശ്യം എഴുതിയപ്പോൾ IPS കിട്ടിയുള്ളൂ. വീണ്ടും നിർത്തിയില്ല. IAS കിട്ടിയ അടങ്ങെന്ന് പറഞ്ഞ് എഴുതിയപ്പോ ഇന്ത്യയിൽ 1ാം റാങ്ക് IAS. ഇതിനെല്ലാം പുറകിൽ മൈൻഡ് പവറാണ്. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ക്ലാസ് നിങ്ങളുടെ ജീവിതത്തിലെ ഇന്ന് കിട്ടുന്ന അവാർഡിനെക്കാട്ടിലും ഇത്രയും കാലം കിട്ടിയതിനെക്കാട്ടിലും ഇനി കിട്ടാൻ പോകുന്ന ക്ലാസ്സുകളെക്കാട്ടിലും ഈ ഒറ്റ മണിക്കൂറത്തെ ക്ലാസ് ആയിരിക്കും നിങ്ങൾ ഈ ജീവിതയാത്രയിൽ അവസാന നിമിഷം വരെ ഓർമ്മിക്കുന്നു. ഇപ്രാവശ്യം IAS റിസൾട്ട് വന്നപ്പോ കുറെ പേരെന്നെ വിളിച്ചു. എനിക്കറിയത്തില്ല. 1998 സാറ് തിരുവനന്തപുരത്ത് ഭാരതീയ വിദ്യാഭവനിൽ വന്നു. അന്ന് ഞാൻ 8 പഠിക്കുകയായിരുന്നു. അന്ന് സാറ് ചോദിച്ചു എത്ര പേർക്ക് IAS വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൈകൊട്ടി. അന്ന് തുടങ്ങിയതാണ് എന്റെ IAS സ്വപ്നം. ഇപ്രാവശ്യമാണ് കിട്ടിയത്. ആദ്യം സാറിനെ വിളിക്കുക. ഞാൻ സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കുന്നു. യൂട്യൂബിൽ ഇതിനെ കുറിച്ചെല്ലാം ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട്. ഓർമ്മശക്തി, ബുദ്ധിശക്തി എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാം. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളുടെ മൈൻഡ് മാറും, നിങ്ങളുടെ ബ്രെയിൻ മാറും, നിങ്ങൾക്ക് പുതിയ പവറോടുകൂടി